நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നാം പ്രവേശിക്കുന്നു. കൂർത്ത വേൽക്കണ്ണാർന്നോരാം പെരുന്തീക്കുള്ളിൽ വീഴും വെണ്ണയായിടുമെന്നെ വിട്ടുപോയിടരുതേ. നിന്നറുമലർപാദം തൊഴുതു സ്തുതിക്കുവാൻ നിന്നടിയാന്മാരുടെ കൂട്ടത്തിൽ ചേർക്കുക എന്നെ. എൻ പെരുമാനു സ്തുതി കുറ്റങ്ങൾ ചെയ്യാമെന്നെ. വെടിയില്ല അടിയനെ നിന്നെ ഞാൻ സ്തുതി ചെയ്യാം. അപ്പോൾ നിന്നെ ഞാൻ നിരന്തരം സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ പെരുമാനു സ്തുതി കുറ്റങ്ങൾ ചെയ്യുമെന്നെ. ഞാൻ ചെയ്ത സ്തുതികളിൽ പലതും അത് നിനക്ക് കുറ്റകരമായി തോന്നുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ സ്തുതിഗീതങ്ങളിൽ പലതും അങ്ങയെ സ്തുതിക്കുന്നതാണെങ്കിലും അങ്ങയ്ക്കത് സ്തുതിഗീതങ്ങളായി ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കില്ല. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ വാക്കിൻ്റെ പരിമിതി കൊണ്ട്, എൻ്റെ കഴിവിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ വേണ്ട തരത്തിലുള്ള അർത്ഥത്തെ വ്യക്തമാക്കാൻ ആ സ്തുതികൾ കഴിഞ്ഞില്ല. എങ്കിലും വെടിയല്ല എന്നെ വെടിയരുതേ. അപ്പോൾ എൻ്റെ സ്തുതിഗീതങ്ങൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണോ അങ്ങ് എന്നെ ആൾക്കൊള്ളാത്തത്? ഞാൻ എന്നാലും വീണ്ടും വീണ്ടും നിന്നെ ഞാൻ സ്തുതി ചെയ്യുന്നു. വീണ്ടും വീണ്ടും ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ വാക്കുകളുടെ പരിമിതി കൊണ്ട് എൻ്റെ സ്തുതിഗീതങ്ങളുടെ അർത്ഥം പൂർണ്ണമായും തെളിഞ്ഞ് കാണാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ടാണോ നീ എന്നെ ഉൾക്കൊള്ളാത്തത്? ഞാൻ എന്നാൽ വീണ്ടും വീണ്ടും സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. ഈ സ്തുതിഗീതങ്ങളിൽ എന്തെങ്കിലും പരിമിതികളുണ്ട് എങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിച്ച് എന്നെ വെടിയാതെ കൈക്കൊള്ളണമേ. ഞാൻ എങ്ങനെയുള്ളവനാണ്? കൂർത്ത വേൽക്കണ്ണാർന്നോരാം പെരുന്തീക്കുള്ളിൽ, പെരുന്തീയിൽ വീണ് കിടക്കുന്ന ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരുന്തീ എങ്ങനെയുള്ള പെരുന്തീ? കൂർത്ത വേൽക്കണ്ണാർന്നോരാം, സുന്ദരിമാരുടെ ഭോഗസുഖങ്ങളിൽപ്പെട്ട് ഞാൻ ഉഴലുകയാണ്. അങ്ങനെയുള്ള എന്നെ വെണ്ണയായിടുമെന്നെ വിട്ടുപോയിടരുതേ. വെണ്ണ പോലെ ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ അങ്ങ് വിട്ടുപോകരുതേ. അതായത് സ്ത്രീ സുഖത്തിൽ മുഴുകി കാമവാസനകളിൽപ്പെട്ട് ഞാൻ പെരുന്തീക്കുള്ളിൽപ്പെട്ട് കഴിയുകയാണ്. അപ്പോൾ കാമവാസനകളാകുന്ന കൊടുന്തീയിൽപ്പെട്ട് ഞാൻ വെന്ത് വെണ്ണീറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ, എന്നെ ഈ ചുടുകാട്ടിൽ നിന്നും, ഈ അഗ്നിയുടെ മഹാജ്വാലയിൽ നിന്നും എന്നെ രക്ഷിച്ച് അങ്ങ് ഉൾക്കൊള്ളണമേ. നിൻ നറുമലർപാദം തൊഴുതു സ്തുതിക്കുവാൻ, നിൻ്റെ നറുമലർപാദം പാടി സ്തുതിക്കുവാൻ നിൻ്റെ അടിയാരുടെ കൂട്ടത്തിൽ ചേർക്കുക എന്നെ. നിൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കുക. അപ്പോൾ സ്തുതിഗീതങ്ങൾ ആലപിച്ച് നിന്നെ നിരന്തരം സ്തുതിക്കുന്ന നിൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ അല്ലയോ ശിവഭഗവാനെ, അങ്ങ് എന്നെയും കൂടെ ചേർക്കുക. അങ്ങനെ ഞാൻ നിൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കട്ടെ. ഇതേവരെ പാടിയിരുന്ന സ്തുതിഗീതങ്ങൾ അർത്ഥം വേണ്ട പോലെ വ്യക്തമായിരുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഒരുപക്ഷെ പ്രീതനായിരിക്കില്ല. എങ്കിലും അങ്ങയുടെ അടിയാന്മാരുടെ കൂട്ടത്തിൽ കൂടി ചേർന്നുകൊണ്ട് അവരുടെ സ്തുതിഗീതങ്ങൾ ഞാൻ ആലപിക്കാൻ തുടങ്ങുന്നു.
ഞാൻ നിന്നെ വാഴ്ത്തിയില്ല, വണങ്ങിയതുമില്ല. മാണിക്യം പോലെ വന്നു മറഞ്ഞു പോയവനെ വെടിഞ്ഞിടില്ലേ ഞാൻ. ഈ പച്ചമാംസമേനി വെടിഞ്ഞിടരുതെന്നെ. വിസ്മയമാർന്നു നിന്നെ തേടിയതുമില്ല. ശിവനെ എവിടെയെന്ന് കണ്ടറിയാതെ നൊടി നടന്നുമില്ല. ഉള്ളുരുകിയുമില്ല. എന്നാലും ഞാനും അല്ലലാർന്നവൻ, എന്നെ വെടിയരുതേ. ഞാൻ തീരാ ദുഃഖിതനാണ്. ഞാൻ നിന്നെ വാഴ്ത്തിയില്ല. നിന്നെ ഞാൻ വേണ്ട പോലെ വാഴ്ത്തി പാടിയില്ല. എൻ്റെ സ്തുതിഗീതങ്ങൾ നിന്നെ വേണ്ട പോലെ വാഴ്ത്തുന്നതായിരുന്നില്ല. വണങ്ങിയതുമില്ല. വേണ്ട ഭക്തി എനിക്കുണ്ടായിരുന്നില്ല. ശിവഭഗവാനോട് എനിക്ക് നിതാന്തമായ സമർപ്പിതമായ ഭക്തിയും ഉണ്ടായിരുന്നില്ല. മാണിക്യം പോലെ വന്നു മറഞ്ഞു പോയവനെ, ഒരിക്കൽ നീ എൻ്റെ മുമ്പിൽ വന്നു, പക്ഷേ അപ്പോൾ തന്നെ മറഞ്ഞു പോയി. അങ്ങനെ ഒരു സമയത്ത് നീ എൻ്റെ അടുത്തേക്ക് വരികയുണ്ടായി. പക്ഷേ ഇതാ നോക്കൂ, തിരുവാവാടുതുറയിൽ ഒരു തവണ ഭഗവാൻ ശിവൻ മാണിക്യവാചകരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അധികം വൈകാതെ അപ്രത്യക്ഷനുമായി. ആ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. മാണിക്യം പോലെ വന്നു മറഞ്ഞു പോയി. നീ മാണിക്യം പോലെ എൻ്റെ മുന്നിൽ ഒരു നിമിഷം വന്നു നിന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നീ എന്നെ വിട്ട് പോയി, കൈലാസത്തിലേക്ക് പാർഷദന്മാരോടൊത്ത് പോയി. വെടിഞ്ഞിടരുതെന്നെ. പണ്ടത്തേതുപോലെ ഇനി എന്നെ വീണ്ടും വെടിഞ്ഞു പോകരുതേ. ഇനി എൻ്റെ കൂടെ തന്നെ, എന്നോടൊപ്പം തന്നെ, എന്നിൽ തന്നെ അങ്ങ് വസിക്കണമേ. വിസ്മയമാർന്നു നിന്നെ തേടിയതുമില്ല. അതിനുശേഷം ഞാൻ നിന്നെ തേടി അലഞ്ഞുമില്ല. നീ എന്നിൽ നിന്ന് അപ്രത്യക്ഷനായിട്ട് കൈലാസത്തിലേക്ക് പോയപ്പോൾ പിന്നീട് നിന്നെ ഞാൻ സ്മരിച്ചതുമില്ല. പിന്നെ നിന്നെ തേടി ഞാൻ അലഞ്ഞതുമില്ല. ശിവൻ എവിടെ, കണ്ടതാരെന്ന് തേടി നടന്നുമില്ല. നിർഗുണൻ മാനിടനാം കുറയും മതിയാർന്നോൻ, പഴയ പരദേശിയെന്ന് ഞാൻ കുറ്റം ചൊൽവേൻ. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ട്? നിർഗുണനാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മാനിടനാം, ഇടത്തെ കയ്യിൽ മാനിനെ ധരിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറയും മതിയാർന്നോൻ, ബുദ്ധി കുറഞ്ഞവൻ, പഴയ പരദേശി, ഇങ്ങനെയുള്ള നിന്ദാപദങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ നിന്നെ സ്തുതിച്ചുള്ളത്. അപ്പോൾ നിന്ദാസ്തുതിയുടെ അർത്ഥം അങ്ങ് ഒരു പക്ഷേ അതിലെ നിന്ദ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിലെ സ്തുതിയെ മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്നോട് കരുണ കാണിച്ച് എനിക്ക് അഭയം തരാത്തത് എന്ന് മാണിക്യവാചകർ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് എങ്ങനെയൊക്കെയാണ് ശിവനെ വിശേഷിപ്പിച്ചിരുന്നത് ഇതിനു മുമ്പ്? നിർഗുണൻ, ഇടത് കൈയിൽ മാനിനെ പിടിച്ചിരിക്കുന്ന സാധാരണ മനുഷ്യൻ, പിന്നെ മതി കുറഞ്ഞവൻ, പിന്നെ പഴയ പരദേശി, ഇങ്ങനെയുള്ള അനേകം പദങ്ങൾ കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ചിട്ടുണ്ട്. അതിൻ്റെ വാച്യാർത്ഥമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വ്യംഗ്യമായ അർത്ഥമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങ് അത് നിന്ദിക്കുന്നതാണെന്ന് കരുതിയിട്ടാണോ എന്നെ സ്വീകരിക്കാത്തത്, എൻ്റെ അരികിൽ വരാത്തത്, എന്നെ ഉൾക്കൊള്ളാത്തത്? അതുകൊണ്ടല്ലയോ ഭഗവാൻ, എൻ്റെ കവിതയിലെ ഈ പദപ്രയോഗങ്ങൾ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. പരദേശി എന്നൊക്കെയാണ് ശിവനെ മാണിക്യവാചകർ വിശേഷിപ്പിച്ചത്. അതിന് നിഗൂഢമായ അർത്ഥതലങ്ങളുണ്ട്. അതായത് കവിതയിൽ ഒരു പ്രത്യേക രീതി സമ്പ്രദായമുണ്ട്. അതായത് നിന്ദാസ്തുതി എന്നാണ് പറയുക. നിന്ദിക്കുകയാണെന്ന് തോന്നും, പക്ഷേ അത് നിന്ദയല്ല, സ്തുതിയാണ്. ഇപ്പോൾ
നിർഗുണൻ എന്ന വാക്ക് ഒരു ഗുണമില്ലാത്ത, നമ്മൾ സാധാരണ ആൾക്കാരെ പരിഹസിക്കാറുള്ള നീ അവനൊരു നിർഗുണനാണെന്ന് പറയാറുണ്ട്. അതായത് ഒരു ഗുണവുമില്ലാത്തവൻ. ശരിക്കും അതൊരു സ്തുതിയാണ്. യാതൊന്നിലും പറ്റിച്ചേരാത്തവൻ, ഒരു ഗുണങ്ങൾ, താമസ രാജസ സാത്വിക ഭാവങ്ങളൊന്നും ഇല്ലാത്ത, ഗുണങ്ങൾക്കെല്ലാം അതീതനായ ശിവൻ എന്നാണ് നിർഗുണൻ എന്ന വാക്കിൻ്റെ ധ്വനിയർത്ഥം. പിന്നെ അതുപോലെ മാനിടാൻ, ഇടത്തെ കയ്യിൽ മാനിനെ ധരിച്ചവൻ, അതിൻ്റെ പിന്നിലൊരു നിഗൂഢമായ അർത്ഥമുണ്ട്. മാൻ എന്നുള്ളത് മനസ്സിൻ്റെ പ്രതീകമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്തവൻ, മനസ്സിനെ നിയന്ത്രിച്ചവൻ എന്നാണ് മാനിനെ കയ്യിൽ ധരിച്ചവൻ എന്ന് വെച്ചാൽ അർത്ഥം. ഇടത് കയ്യിൽ മാനിനെ ധരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് തൻ്റെ വരുതിയിലാക്കിയവൻ എന്നാണ് അർത്ഥം. അതുപോലെ പരദേശി, ശിവനെ പരദേശി എന്ന് വിളിക്കുന്നത് ബ്രഹ്മസ്വരൂപനായ ശിവൻ എന്ന അർത്ഥത്തിലാണ്. ബ്രഹ്മമാണ് ശിവൻ എന്നർത്ഥത്തിലാണ് പരദേശി എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നമുക്കത് ശിവനെ പരിഹസിക്കുന്നതാണെന്ന് തോന്നും, പക്ഷേ അതെല്ലാം ശിവനെ സ്തുതിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നിന്ദാസ്തുതികൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു കാവ്യ സമ്പ്രദായം തമിഴിലുമുണ്ടായിരുന്നു, മലയാളത്തിലുമുണ്ടായിരുന്നു. മലയാളത്തിൽ ഈ കാവ്യ സമ്പ്രദായം ഉണ്ടായത് വെൺമണിക്കവികളുടെ കാലത്താണ്. ഒരു വെൺമണിക്കവി ശിവനെ സ്തുതിക്കുന്നു. നോക്കൂ: വെള്ളം വെണ്ണീർ വൃഷം വരകരിതോലാര്യ വിത്താധിപൻ തൊട്ടുള്ളൊരു നൽകൃഷിക്കോപ്പുകൾ അധികവും അധീനത്തിലുണ്ടായിരിക്കെ പള്ളിപ്പിച്ചിക്കെഴുന്നള്ളരുത് പുരരിപോ കാട് വെട്ടിത്തെളിച്ച വെള്ളിക്കുന്നിൽ കൃഷി ചെയ്യുക പണിവതിനും ഭൂതസാർത്ഥം സമർത്ഥം. അനേകം ഭൂതഗണങ്ങൾ അങ്ങയുടെ അടിമകളായിട്ടുണ്ട്. പിന്നെ വിസ്തൃതമായ കൈലാസം സ്വന്തമായിട്ടുണ്ട്. എന്നിട്ടും അവിടെ കൃഷി ചെയ്യാതെ എന്തിനാണ് ഈ പിച്ച തെണ്ടി നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കവി. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, അവിടെ സ്ഥലമുണ്ട്, അവിടെ കൃഷി ചെയ്ത് നല്ല സമ്പത്ത് സമ്പാദിക്കാൻ സാധിക്കും. അതിന് ഭൂതഗണങ്ങളാണെങ്കിൽ ആയിരക്കണക്കിനുണ്ട് താനും. എന്നിട്ടും അങ്ങ് അതൊന്നും ചെയ്യാതെ ഭിക്ഷാപാത്രവുമായി ഭിക്ഷാടനം നടത്തി എന്തിനാണ് ജീവിക്കുന്നത്? പള്ളിപ്പിച്ചയ്ക്ക് എഴുന്നള്ളത് പുരരിപോ കാട് വെട്ടിത്തെളിച്ച ആ വെള്ളിക്കുന്നിൽ കൃഷി ചെയ്യുക പണിവതിനും ഭൂതസാർത്ഥം സമർത്ഥം. ഭൂതഗണങ്ങൾ ധാരാളമുണ്ടായിരിക്കെ അങ്ങ് കൃഷി ചെയ്യാതെ എന്തിനാണ് ഈ പിച്ച തണ്ടി നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് ഒരു സ്തുതിയാണ്. അതായത് ഇത്രയേറെ സമ്പത്തിൻ്റെ സമ്പത്തുണ്ടായിട്ടും അങ്ങേറ്റത്തെ സമ്പത്തിൻ്റെ കുബേരൻ പോലും ശിവൻ്റെ അടിമയാണ്. അങ്ങനെ സമ്പത്തുകളുടെ സമ്പത്ത് മുഴുവനും സ്വന്തമായിട്ടുള്ള ശിവൻ ഇപ്പോഴും പിച്ച തെണ്ടിയാണ്, ഭിക്ഷാടനം എടുത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയ മഹത്വമായിട്ടാണ് കാണുന്നത്. ഇത്രയേറെ സമ്പത്തുണ്ടായിട്ടും അതൊന്നും അങ്ങ് സ്വീകരിക്കാതെ അങ്ങ് നിഷ്കിഞ്ചനായി ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നല്ലോ. എന്തൊരു മഹത്വമേറിയ ത്യാഗസമ്പൂർണമായ ജീവിതമാണ് അങ്ങ് നയിക്കുന്നതെന്ന് ശിവനെ സ്തുതിക്കുകയാണ് ഇവിടെ വെൺമണിക്കവി ചെയ്യുന്നത്. പക്ഷേ ഇത് നിന്ദയാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും. എന്തിനാണ് ഈ പിച്ച തണ്ടി നടക്കുന്നത്? നമ്മൾ പിച്ചക്കാരോട് പറയാറില്ലേ, നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, അവിടെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന അതേപോലെ തന്നെ കവി ചോദിക്കുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, സ്ഥലമുണ്ട്, അവിടെ കൃഷി ചെയ്ത് ജീവിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. എന്തിനാ പിച്ച തണ്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതിനാണ് നിന്ദാസ്തുതി എന്ന് പറയുന്നത്. ഈ നിന്ദാസ്തുതി ഒരു കാവ്യ സമ്പ്രദായമാണ്. ഇതിനെയാണ് ഇവിടെ മാണിക്യവാചകർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ നിന്ദാസ്തുതിയിലൂടെ നിന്നെ സ്തുതിച്ചിട്ടുണ്ട്, ശിവനെ സ്തുതിച്ചിട്ടുണ്ട്, അത് നിന്ദയാണെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുതേ. അതുകൊണ്ടാണോ, അങ്ങനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ അങ്ങ് എൻ്റെ മുന്നിൽ ഇതേവരെ പ്രത്യക്ഷപ്പെടാത്തത്? അതുകൊണ്ട് ഇനിയെങ്കിലും ദേവ ആ നിന്ദാസ്തുതിയിലെ സ്തുതി വചനങ്ങളുടെ ധ്വനി അങ്ങ് മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് ദർശനം നൽകിയാലുമെന്നാണ് മാണിക്യവാചകർ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ഓം ശിവായ നമഃ.